ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ കഥകൾ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കഥകൾ പറയുമ്പോൾ എന്ന പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ്. അതായത് ഒന്നാമതായിട്ട് ഞാൻ എങ്ങനെ മണാലിയിൽ പോയി, എൻ്റെ സ്വപ്നം മണാലി എന്നുള്ള സ്വപ്നമൊക്കെ ഒരു ഏകദേശം 25 വയസ്സ് ആയിട്ട് എന്നായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ അതിന് മുന്നേ അച്ചീവ് ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോയാണ് എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മണാലിയിൽ പോകാമെന്നുള്ള വീഡിയോ. അപ്പം ഒരുപാട് പേര് ചോദിച്ചു, എൽസാഫ എന്തുകൊണ്ട് മണാലിയിൽ പോയതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല, മണാലിയിലെ വീഡിയോ ഒന്നും വ്ളോഗൊന്നും ഇടാഞ്ഞത് എന്തായിരുന്നെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മണാലിയിലെ എല്ലാ വീഡിയോസും എടുത്തതാണ്. പിന്നെ എന്തുകൊണ്ട് ഇട്ടില്ല എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിനകത്ത് എപ്പിസോഡുകളിൽ ഓരോ എപ്പിസോഡ് വരുമ്പോഴും ഞാൻ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം തരാം. അപ്പം എങ്ങനെ ഞാൻ മണാലിയിൽ പോയി എന്നുള്ള ചോദ്യത്തിനും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ ഒരു പ്രോജക്റ്റ് സ്നേഹിയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ഈ പ്രോജക്റ്റ് ലൈഫിലേക്ക് വന്നു, എങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റുകളോടുള്ള സ്നേഹം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചും ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് നമ്മളുടെ കഥകൾ പറയുമ്പോൾ എന്ന പ്രോഗ്രാം ചെയ്യുന്നത്. കോളേജിലൊക്കെ ഉള്ള എൻ്റെ കൂടുതൽ ഫ്രണ്ട്സും ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കോളേജും ക്ലാസ്സസും ഫ്രണ്ട്സും ഒക്കെയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കോളേജിൽ തന്നെയുള്ള വേറൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ അതറിയാനായിട്ട് ഈ വീഡിയോ കണ്ടു നോക്ക്. ഞാൻ നിങ്ങളെ ഒരു പുതിയ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതെ, ഞങ്ങളുടെ മെക്കാനിക്കലുകാരുടെ ലോകം. സെയിൻറ്റ് കിറ്റ്സിലെ മെക്കാനിക്കലിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു കല്ലറ. മറ്റ് കോളേജിൻ്റെ മറ്റ് ഏത് സ്ഥലത്തും ഉള്ള ഓർമ്മകൾ പുതിയ ബാച്ചുകൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം, മാഞ്ഞു പോയേക്കാം. പക്ഷേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇവിടെയുള്ള ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. ഇവിടെ കിട്ടുന്ന ആ ഫീലെങ്ങും വേറെ എങ്ങും കിട്ടുകയില്ല. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക് എങ്ങനെയും ഇറക്കാം. കുറച്ച് പണമുണ്ടെങ്കിൽ ഏതൊരു പ്രോജക്റ്റും ആർക്കും ചെയ്യാം. പക്ഷേ രാത്രിയും പകലും ഒരേപോലെ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇറക്കുന്ന ആ ഒരു വാഹനം അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എന്നുള്ളത് അത് വേറെ ഫീല് തന്നെ. വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് ഇവ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പുകളിലെ എനർജി വേറെ ലെവല് തന്നെയാണ്. അതെ, ഇതാണ് ഞങ്ങളുടെ ഗ്രേവ്യാർഡ്. ഒരിക്കലും ഓർമ്മകൾ ഉറങ്ങാത്ത ഗ്രേവ്യാർഡ്. അപ്പോൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ മെക്കാനിക്കൽ ലാബാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. കാര്യം എപ്പോഴും പ്രോജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും അവിടെ വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. അപ്പോൾ എങ്ങനെ ഞാൻ ഈ പ്രോജക്റ്റിനോട് എനിക്ക് ഇത്രയും സ്നേഹം വന്നു? എനിക്ക് ഈ ഒരു ഇതിലേക്ക് വരുന്നത്, ഞാൻ ആദ്യമായിട്ട് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കുന്നത് 2004 സെപ്റ്റംബറിൽ ആണ് നമ്മുടെ എജുസാറ്റ് എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ISROയിലുള്ള എൻ്റെ ഒരു ഞങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഒരു അങ്കിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പം അദ്ദേഹമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നു, എജുസാറ്റിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നു. അപ്പോൾ എൻ്റെ അമ്മ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അമ്മയാണ് ആ ഡയമെൻഷൻസിനെയൊക്കെ സ്കെയിൽ ചെയ്ത് ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയത്. എങ്കിൽ പോലും ആ ഒരു മോഡൽ ഉണ്ടാക്കിയപ്പോൾ ക്രെഡിറ്റിനകത്ത് അമ്മയും ഞാനും എന്നുള്ള പറച്ചിൽ വന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു കുറച്ച് വർഷങ്ങൾ, ഒരു 4-5-6 വർഷം, ഈ 2004 എന്ന് പറഞ്ഞാൽ വെറും 5 വയസ്സുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ള നാളുകളൊക്കെയും ഇങ്ങനെ റിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടേപ്പ് റെക്കോർഡർ, ഈവൻ ടാപ്പുകൾ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ബേസിസ് ആയിട്ട്, അതായത് ഒന്നുമില്ല, ജസ്റ്റ് അഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കാൻ പറ്റുന്നതൊക്കെ വെച്ചിട്ടുണ്ട്, തിരിച്ചു വെക്കാൻ പറ്റാത്തതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞൊരു സ്കൂൾ, മാവേലിക്കരയിലുള്ള ഒരു ICC സിൽവർ സ്കൂളാണ്. അവിടെയാണ് ഞാൻ 5ാം ക്ലാസ്സിൽ അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ നിന്നും 6ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ അവിടെ വെച്ചൊരു സയൻസ് എക്സിബിഷന്, സ്കൂൾ ബേസിൽ നടക്കുന്ന സയൻസ് എക്സിബിഷന് ഞാനൊരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നു, സയൻസ് വർക്കിംഗ് മോഡൽ.
അപ്പം അന്ന് ഞങ്ങൾക്ക് 6ാം ക്ലാസ്സിലാണ് ICC സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ആ ഒരു ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ 3 വിഷയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നത് കൊണ്ടും അതിൽ ഇഷ്ടപ്പെട്ടത് ഫിസിക്സ് ആയിരുന്നത് കൊണ്ടും ഒരു കൂളിംഗ് ഫാൻ ഫ്രം വാട്ടർ ഫ്ലോയിങ് എന്നുള്ള ഒരു സാധനമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ എൻ്റെ വീട്ടിൽ അതൊക്കെ സാധനം ഇരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു എക്സിബിഷന് 2-3 സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നായിരുന്നു. പിന്നീട് വോൾക്കാനോയുടെ കാര്യങ്ങൾ അറിയാമല്ലോ, സാധാരണ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന പോലെ തന്നെ വോൾക്കാനോ എറപ്ഷൻ്റെ ഇത് കാണിക്കുന്നതും അതിൻ്റെ മോഡൽ, വർക്കിംഗ് മോഡൽ, അങ്ങനെയൊക്കെ കുറേ കാണിച്ചു. അപ്പോൾ എന്താണെങ്കിലും അവിടെയാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഞാനായിട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കം. അപ്പോൾ അവിടെ നിന്നും എനിക്ക് ഒരു പ്രൈസ് അവിടെ നിന്ന് ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഉള്ള ഓരോ നുറുക്കു വിദ്യകൾ, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, ഇങ്ങനെ അവിടെ ഇവിടെയും കാണുന്നതായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സും പിന്നെ പുസ്തകത്തിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നതിൽ, അതായത് വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഇച്ചിരി കഴിവ് കുറവായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഈവൻ നേരെ ഒരു സാധനം കട്ട് ചെയ്യുന്നത് പോലും എനിക്കത് ഭയങ്കര പാടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ലാറ്ററൽ എൻട്രി എക്സാം എഴുതി JNV, അതായത് നവോദയ വിദ്യാലയത്തിലേക്ക്, ആലപ്പുഴ നവോദയ വിദ്യാലയത്തിലേക്കാണ് എക്സാം എഴുതിയത്. ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം ആ ഒരു സ്കൂളിലേക്ക്. അങ്ങനെ എനിക്ക് ലാറ്ററൽ എൻട്രി എക്സാമിന് അവിടെ കിട്ടുകയും നവോദയയിലെ സ്റ്റുഡൻ്റായിട്ട് പോയി. അങ്ങനെ 9, 10 ഞാൻ അവിടെ പഠിക്കുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാര്യം ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ചെറിയ രീതിയിൽ ഈ പ്രോജക്റ്റുകളെ മാത്രം സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നവോദയയിലെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. 10ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും ഒരു റീജിയണൽ പ്രോജക്റ്റ് റീജിയൺ സോൺ എന്ന് പറഞ്ഞാണ് നവോദയകളുടെ ഇടയിലാണെങ്കിൽ പല നവോദയയിൽ നിന്നുമുള്ള കുട്ടികൾ വന്ന് റീജിയൻ ബേസിസ് ചെയ്യും, അത് കഴിഞ്ഞ് സോണൽ, അങ്ങനെയാണ് ആ ഒരു കോമ്പറ്റീഷൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കിംഗ് മോഡലുമായിട്ട് അന്നത്തെ സാറിനെ സമീപിച്ചപ്പം നമ്മളെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്തപ്പോൾ എന്താണേലും നവോദയ വന്നതാണ്, അപ്പം ഒന്ന് പോകണമെന്നൊക്കെയുള്ള ഒരാഗ്രഹത്തിന് പിന്നെ എൻ്റെ അമ്മ മാത്സ് ടീച്ചർ ആയതുകൊണ്ടും മാത്സിൻ്റെ ഒരു സാധനമൊക്കെ ആയിട്ട് പോയി, വലിയ എന്ന് വെച്ചാൽ പ്രതീക്ഷയൊന്നുമല്ല, ജസ്റ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ ഞാൻ പോയി. അത് എറണാകുളം നവോദയ വെച്ചായിരുന്നു. ഒരാഴ്ചത്തോളം അവിടെ കോമ്പറ്റീഷനൊക്കെ ആയിട്ട് നിന്നു, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ നവോദയ ലൈഫ് അവിടെ തീരുന്നു. പിന്നെ ഞാൻ വരുന്നത്, പക്ഷെ നവോദയയിലെ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നവോദയയിൽ നിന്ന് ഉള്ള 10ാം ക്ലാസ്സിലെ മാർക്ക് ഇച്ചിരി കുറവായിരുന്നു. 10.84% മാത്രമേ എനിക്കന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മെറിറ്റിൽ ഒരു സീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് +1 +2 കിട്ടുക എന്നുള്ളത് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ചില സ്കൂളുകളിലൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ബിഷപ്പ് ഹോഡ്ജസ്, മാവേലിക്കരയിലുള്ള ബിഷപ്പ് ഹോഡ്ജസ് എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് +1 ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കും ടെക്നിക്കൽ സ്കൂളിലുള്ളതാണോ എന്ന്. അത് ടെക്നിക്കൽ അല്ല, കേരള ഹയർ സെക്കൻഡറിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ചില ചുരുക്കം സ്കൂളുകളിൽ മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ബിഷപ്പ് ഹോഡ്ജസിൽ മാത്രമേ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൂ. അതായത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിന് പകരം ഇലക്ട്രോണിക് സയൻസ് വരുന്നു എന്ന് മാത്രം. അങ്ങനെ ഇലക്ട്രോണിക് സയൻസ് പഠിക്കാനായിട്ട് അവിടെ പോയി. അങ്ങനെ +1 പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു പ്രോജക്റ്റിനോടുള്ള ഒരു ആഗ്രഹവും പ്രോജക്റ്റിനോടുള്ള സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ +1 ഞാൻ ആദ്യമായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാളത്തെ ആ ഒരു ലൈഫിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈവൻ ഒരു വണ്ടിയാണെങ്കിൽ വീലി ചെയ്യുന്നത് പോലും +1 +2 ആ കാലയളവിലാണ് അങ്ങനെയുള്ള ഒരുപാട് ഈ യൂത്ത് ചെയ്യുന്ന ഓരോ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. അന്നൊന്നും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒന്നും ഇപ്പോഴത്തെ ഒരു ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് സ്വാധീനിക്കുന്ന പോലൊന്നും അന്നത്തെ കാലത്തില്ല. അങ്ങനെ +1 ഞാൻ അവിടെ പഠിക്കുന്നു. +1 ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാര്യം സീനിയേഴ്സിന് പ്രിഫറൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ
+2കാർക്ക് പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ എന്നോടാണെങ്കിൽ ഞാൻ അവിടുത്തെ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മിസ്സിനോട് പറഞ്ഞു, നെക്സ്റ്റ് ഇയറിൽ ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോജക്റ്റ് കൊണ്ടുപോകും, ഒരു വർക്കിംഗ് മോഡൽ കൊണ്ടുപോകാം, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെയാണെങ്കിൽ അവർ ജസ്റ്റ് ഇത് കാണാനായിട്ട്, അതായത് ഒരു എക്സ്പോഷർ കിട്ടാനായിട്ട് എങ്ങനെയാണ് കേരള ശാസ്ത്രോത്സവത്തിൻ്റെ ഇത് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നതെന്ന് അത് മനസ്സിലാക്കാനായിട്ട് ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള പരിപാടിക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടുന്ന് ആ ഒരു വർഷം ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ട് ചിലതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പോരുന്നു. അങ്ങനെ +2 വന്നു. +2ൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പ്രോജക്റ്റ്, മെയിനായിട്ടൊരു പ്രോജക്റ്റ്, അതായത് മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. മൾട്ടി മെക്കാനിക്കൽ മെഷീൻ എന്ന പേരിലാണ് ആ പ്രോജക്റ്റ് വന്നത്. ശരിക്കും ആ പ്രോജക്റ്റ് ഉടലെടുക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊരു ഇതുണ്ട്, അതായത് സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊരിതുണ്ട്. +1 +2 ആയിട്ടുള്ള പിള്ളേരെ ക്യാൻവാസ് ചെയ്യാനായിട്ട് അവരാണെങ്കിൽ അവരുടെ കോളേജുകളിൽ ഓരോ പരിപാടി നടക്കും. ഓരോ പരിപാടി എന്ന് പറയുമ്പോൾ എക്സിബിഷനുകൾ ഒക്കെ നടത്തും. അപ്പം അതിന് സ്കൂളിലെ സയൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രോജക്റ്റുകൾ സാധാരണ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ശാസ്താംകോട്ടയിലുള്ള BMC എന്ന് പറഞ്ഞൊരു കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു സയൻസ് എക്സിബിഷൻ നടന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ഈ സാധനമായിട്ട് പോകുന്നു. ഇതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ മൾട്ടി മെക്കാനിക്കൽ മെഷീൻ്റെ ചെറിയൊരു സാധനമായിട്ട് പോകുന്നു. ഒരു 3 സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുമായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ, കാര്യം നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ വന്നവരൊക്കെയും നമ്മുടെ അത്രയും നല്ല സാധനം ഇല്ലായിരുന്നു. അപ്പം നമുക്ക് പ്രതീക്ഷകൾ വരുന്നു. അങ്ങനെ അവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് സാംസങ്ങിൻ്റെ J7 എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചില്ല. അതോടുകൂടി അവിടെ ആ ഒരു വലിയൊരു പരാജയം ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ട് അവിടെയാണ്. അങ്ങനെ വീണ്ടും എനിക്ക് ഏതെങ്കിലും പുതിയൊരു വേദിയിൽ, വേറൊരു വേദിയിൽ ഇതേ കാര്യം തന്നെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹം വരികയും അങ്ങനെ ഞങ്ങൾ 3 പേരാണ്, ഞാൻ, അനന്തുവിമണി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ആനന്ദം ദേവൻ, ഞാൻ ഇവരുടെയൊക്കെ ഫോട്ടോ കണ്ടു വിടാം. അപ്പം ഞങ്ങൾ 3 പേരൂടെ കുറച്ചും കൂടി ഇതിനെ വികസിപ്പിക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ ഞാനും ആനന്ദം ദേവൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി, ഞങ്ങൾ 2 പേരും കൂടി ഇത് ശാസ്ത്രോത്സവത്തിന് പോവുകയാണ്. ആദ്യം നമ്മുടെ സബ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോമ്പറ്റീഷന് പങ്കെടുത്തു. അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തു. പിന്നെ നമുക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് കിട്ടി. ഡിസ്ട്രിക്റ്റിലും നമുക്ക് കിട്ടുമെന്നൊന്നും ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് നമുക്ക് സ്റ്റേറ്റിൽ പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ സ്റ്റേറ്റിൽ ബിഷപ്പ് ഹോജസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇതിൽ സയൻസ് വർക്കിംഗ് മോഡലിന് സ്റ്റേറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ മുഖം, അല്ലെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ വരുന്നത് എൻ്റെ ചാനലിലല്ല, അല്ലാതെ യൂട്യൂബിൽ വീഡിയോ വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനലിലാണ്. അതായത് ഞാൻ ഈ സ്റ്റേറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടു. എൽസ ഫെമ്പിനു. എൻ്റെ പേര് ആനന്ദദേവൻ. ഞങ്ങൾ മാവേലിക്കര ബിഷപ്പ് ഹോജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ വർക്കിംഗ് മോഡലിൻ്റെ പേര് മൾട്ടി മെക്കാനിക്കൽ മെഷീൻ എന്നാണ്. ഈ ഒരു ഉപകരണത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം വേറെ 9 വിധം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഡൈനാമോ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. 6 മുതൽ 9 വരെ വോൾട്ടേജ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ആ ഇലക്ട്രിസിറ്റിയെ മൊബൈൽ ചാർജിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് ലൈറ്റ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിക്കാനോ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് ഒരു ചിരവയാണുള്ളത്. ആ ചിരവയിൽ തേങ്ങ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തേങ്ങയിൽ നിന്ന് ചിരവി കിട്ടും. പിന്നെ നൈറ്റ് ഷാർപ്പനറാണുള്ളത്. നമുക്ക് അത്യാവശ്യം റീചാർജൊക്കെ ചിലവഴിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് വാഷിംഗ് മെഷീനാണ്. അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നഷ്ടമായി അതിനൊരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ആ ഇമ്പൾസ് നമ്മുടെ ഡയറക്റ്റിനെ റിമൂവ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു മോഡലാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ടുള്ളത് ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഇതേ ഷാഫ്റ്റിൽ തന്നെ വേറെ ഒരു ചെയിൻ വെച്ച് കണക്ട് ചെയ്താണ് ഫാൻ വെച്ചിരിക്കുന്നത്. ആ ഫാനും ഇതിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. പിന്നെ വെജിറ്റബിൾ നമുക്ക് മുറിക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾ അരിയാനായിട്ട് വെജിറ്റബിൾ കട്ടറും വെജിറ്റബിൾ ചോപ്പറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു മിക്സി, ഒരു ബിബൽ ഗിയർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മിക്സി വെച്ചിട്ടുണ്ട്. ആ മിക്സിയും നമുക്ക് ഇതിനോടൊപ്പം പ്രവർത്തിപ്പിക്കാം. പിന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ ബിറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് വർക്ക്സോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും തടിക്കോ അല്ലെങ്കിൽ പ്ലൈവുഡ് മുതലായവയ്ക്ക് കിടുത്തിടാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മൊത്തത്തിൽ 10 വിധം കാര്യങ്ങൾ ഈ ഒരു മെഷീനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയം ലാഭിക്കാം, ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം,
പിന്നെ ഒരു എനർജിയുടെ വേറൊരു വെളിയിൽ നിന്നുള്ള ഒരു എനർജിയുടെയും ആവശ്യമില്ല, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. പ്രധാനമായും മൾട്ടിപർപ്പസ് മെഷീനാണ് നമ്മുടെ ഈ മെഷീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു സാധനമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്, കാര്യം വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചിട്ട്. ആ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ +2 വെച്ച് കൂടുതൽ സമയം വെളിയിലായിരുന്നു. കാര്യം സാർമാരൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഞാൻ ഈ സാധനത്തിൻ്റെ നിർമ്മാണത്തിലും കാര്യം ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെ, വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാനായിട്ട് സാറുമാർ, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണും. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സൂരജ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ഇതിനു വേണ്ടി മാത്രം, പ്രോജക്റ്റുകൾ വേണ്ടി മാത്രം ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സാറ് കാണും കൂടെ. പിന്നെ അതുപോലെ അല്ലാതെ ഗൈഡായിട്ടൊക്കെ ഓരോരുത്തർ കാണും. അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ പറയാം. പക്ഷേ ഈ സ്കൂളിലാണെങ്കിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് തരാനായിട്ട് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമേ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി പലത് പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ട്, ഇപ്പം നമുക്കാണ് ഈവൻ വെൽഡിങ് പോലും നമുക്കൊന്നും അറിയാത്ത ഒരു സമയമാണല്ലോ. അപ്പം നമ്മൾ ചെന്നിട്ട്, എനിക്ക് തോന്നുന്നു ആ സാധന നിർമ്മാണത്തിൻ്റെ സമയത്ത് മാലികരയുള്ള ഒരു ബംഗാളിയുടെ അടുത്ത് ചെന്നിട്ട് പുള്ളിയോട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും, അവിടെ വെൽഡടിക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു. അതായത് ഒരു എൻജിനീയറിങ് രീതിയിലല്ലായിരുന്നു അത് മാനുഫാക്ചർ ചെയ്തത്. എങ്കിൽ പോലും നമുക്ക് സ്കൂളിൽ നിന്ന് അതുപോലെ നമുക്കൊരു പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ അത്രയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചപ്പം വീട്ടിലും സ്കൂളിലും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ +2 യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വന്നു. ഡിസംബർ മാസം വരെയും ഞാൻ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പരീക്ഷാ സമയത്ത് പഠിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ +2ൻ്റെ സമയത്ത് പരീക്ഷയ്ക്ക് മുന്നായിട്ടുള്ള സമയങ്ങളിൽ 1-2 മാസം കൊണ്ട് പഠിച്ചു. ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഏകദേശം 91% മാർക്ക് കിട്ടി. എനിക്ക് ബിഷപ്പ് കോളേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാ 18 വയസ്സ് തികയുന്ന പിള്ളേരുടെ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയും ഇനി എന്തിന് പോകണം, അല്ലെങ്കിൽ ഇനി എന്താണ് അടുത്തത് എന്നുള്ള ആ ഒരു വക്കിൽ ഞാനും എത്തി. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഇലക്ട്രോണിക് സയൻസ് ആണ് +1 +2 പഠിച്ചെങ്കിലും മെക്കാനിക്കലിൽ ഒരു പ്രോജക്റ്റ് ഒക്കെയും ചെയ്തു. മെക്കാനിക്കലിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ എന്തിന് പോകണം എന്നുള്ള ഒരിത് എനിക്കും ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുന്നിലും വന്നു. ആദ്യമൊക്കെ ഒരു ഇലക്ട്രോണിക് മീഡിയ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിങ്ങിന് പോകാം എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ വന്നായിരുന്നു കോയമ്പത്തൂരുള്ള. പക്ഷേ വീട്ടിൽ നിന്നും കേരളത്തിൽ നിന്നകത്ത് തന്നെ പഠിച്ചാൽ മതിയെന്നുള്ള ഒരിതും ഒക്കെ വന്നതുകൊണ്ട് എങ്കിൽ പിന്നീടുള്ള ഒരു താല്പര്യം എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ മെറിറ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എനിക്ക് ഇനിയും അഡ്മിഷൻ കിട്ടുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എൻ്റെ കാര്യങ്ങൾ അത്രയും നാളത്തെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടും, അതുപോലെ തന്നെ എനിക്ക് പിന്നീട് യൂട്യൂബിൽ കാണുമ്പോഴും എനിക്കും ഒരു സന്തോഷമായിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കോർത്തിണക്കി ഇട്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ എൽസാഫ് ബസൂർ സൈനിങ് ഔട്ട്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.